എന്റെ അമ്മയോട് എനിക്ക് ഒത്തിരി സന്തോഷം സ്നേഹം. അമ്മ ഇത് സ്വർഗത്തിലിരുന്ന് കാണാനുണ്ടാവും. ലക്ഷങ്ങള് പോയിട്ടുണ്ട് പുള്ളിയുടെ. ഒരു ജോലി തിരിച്ചിട്ടുണ്ടാവില്ല. കൂടെ വിറ്റിട്ടുണ്ട്, ഓൾറെഡി വിറ്റു. ഇപ്പൊ വാടക വിട്ടതല്ലേ. 15-20 വർഷമായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ് ഓരോ പടങ്ങളിൽ ആക്ട് ചെയ്യാനും. പുള്ളിക്കാരൻ അഭിനയിക്കാത്ത ഷോർട്ട് ഫിലിംസ് ഇല്ല. എനിക്ക് തോന്നുന്നു 100-ൽ പരം ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പല അതായത് സിനിമയിലേക്ക് വരാൻ വേണ്ടി ചെയ്ത് കൂട്ടിയത് പറയണ്ട. തൊപ്പിയുടെ കൂടെ വരെ പുള്ളി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, എത്ര റോളുകൾ. എനിക്ക് തോന്നുന്നു ഓരോ സ്ട്രീമിങ്ങിലും ഓരോ വേഷങ്ങൾ ചെയ്ത ഒരാളാണ് അച്ഛൻ. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അർഹിച്ച ഒരു സാധനം കിട്ടിയെന്ന് തോന്നുന്നു. ഹാപ്പി അല്ലേ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിയുടെ ഓരോ ഗ്രോത്ത് നമുക്കറിയാം. പുള്ളി ഓരോ ലൈക്ക് പുള്ളി തന്നെ ഒരു 10-40 ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അഭിനയിക്കാൻ വേണ്ടി മാത്രം. ലക്ഷങ്ങള് പോയിട്ടുണ്ട് പുള്ളിയുടെ. ഒരു ജോലി തിരിച്ചിട്ടുണ്ടാവില്ല. 8,500 കിട്ടി കേട്ടോ കുട്ടിക്കൂറ. 8,500 രൂപ ഏതോ ഷോർട്ട് ഫിലിം കിട്ടിയിട്ടുണ്ട് യൂട്യൂബിൽ, കുട്ടിക്കൂറ എന്നിട്ട്. നല്ല സാധനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി കുടുംബം വരെ വിറ്റിട്ടാണ് സിനിമയിൽ കയറാൻ വേണ്ടി. കുടുംബം വിറ്റിട്ടുണ്ട്, ഓൾറെഡി വിറ്റു. ഇപ്പൊ വാടക വീട്ടിലല്ലേ. ഇതെല്ലാത്തിന്റെ തുടക്കമാണ്. അല്ല, ഇത് മലയാള സിനിമ നല്ലോണം യൂസ് ചെയ്യേണ്ട ഒരു ആക്ടറാണ് പുള്ളി. എന്റെ അടുത്ത പടത്തിൽ നിങ്ങൾ ഉണ്ടാവും. ഞങ്ങള് കുറെ വർഷങ്ങളായിട്ടുള്ള ബന്ധം, 1-2 വർഷമൊന്നും അല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണ്. വിനു എന്നെ ഏഞ്ചലേട്ടാന്ന് വിളിക്കുന്നത്. ഏഞ്ചലേട്ടാന്ന് വിളിച്ച് സംസാരിക്കണേ. ആ വിനു വളർന്നു, ഞാൻ എന്റെ സൈഡിൽ കൂടി കോപ്രായങ്ങളെ കാണിച്ച് വളർന്നു. ഇത്രയും. പക്ഷെ എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന ജിഡിനോട് എനിക്ക് ഒത്തിരി സന്തോഷം. തീർത്താ തീരാത്ത സന്തോഷം. തുടക്കമാണ്. ഭയങ്കര ഹാപ്പിയാണ്. മലയാള സിനിമയിൽ അടുത്ത അമ്പാനാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. എനിക്ക് എന്നെ എല്ലാവരും ഒന്ന് റെക്കഗ്നൈസ് ചെയ്യണം. അതായത് സിനിമാ പ്രവർത്തകർ എന്നെ തിരിച്ചറിയണം, എന്നെ യൂസ് ചെയ്യണം. അത്രേ ഉള്ളൂ എന്റെ ആഗ്രഹം. ഇത് വൈറലാണ്. ധീരം അതിനൊരു വഴിത്തിരിവാവോ? തീർച്ചയായിട്ടും ഞാനുണ്ടെന്ന് പറഞ്ഞ് പെണ്ണുപിള്ളയെ കൊണ്ട് വന്നിട്ട് കുട്ടിക്ക് പാല് കൊടുക്കാനായിട്ട് കുനിയുമ്പോ പോണ പോലെ അല്ല. ഇതിനകത്ത് കുറച്ച് നേരമുണ്ട്. കൊച്ചിന്റെ ഭാഗ്യം കൂടിയാണത്. കൊച്ചി ജനിച്ചു, ആള് ഹിറ്റായി, ആള് വൈറലായി, ആളുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു. സിനിമകൾ ഇനി ബാക്ക് ടു ബാക്ക് വരും. ഇന്നിപ്പോ വിളിച്ചിട്ടുണ്ട്, പൂജയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഒരു വടത്തിൽ. കണ്ടാ ആള് ഓൾറെഡി സിനിമ നമ്മുടെ സിനിമ ആഗ്രഹിച്ച സിനിമ ഉറപ്പായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പുള്ളിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം പുള്ളി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പുള്ളിയുടെ ഓരോ കഷ്ടപ്പെട്ട് എനിക്ക് പേഴ്സണലി അറിയാം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിനുവിന് അറിയാം. മനസ്സിലായില്ല? വിനു ബിഗ് ബോസിന്റെ PR ആയിട്ടുണ്ട്. അതിനു മുമ്പുള്ള എന്റെ അനിയനായിട്ട് ബിഗ് ബോസിന്റെ PR ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ അറിയാവുള്ളൂ വിനുവിന്. പക്ഷെ അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വിനു ഞാനും തമ്മിൽ സംസാരിച്ച ഓരോ പ്രോജക്റ്റിനെ കുറിച്ചും സോഹൻ ചേട്ടന്റെ സ്കിൻ ടോണും സോഹൻ ചേട്ടനെ മലയാള സിനിമ ഉപയോഗിക്കേണ്ട രീതിയും എന്റെ അനിയൻ എനിക്ക് ഒത്തിരി പറയുമായിരുന്നു. എന്നെ സമാധാനിപ്പിക്കണം. നാളെ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ട് മനസ്സിലായി, നിങ്ങൾ ടെൻഷൻ അടിക്കണം. അവിടെ നിന്നൊക്കെ എന്തായാലും നീ ഒത്തു വളർന്നടാ. എന്റെ ഈ സന്തോഷ നിമിഷം പങ്കിടാനായിട്ട് ഇവനുള്ളത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നതാണ്. ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, എന്നോട് ദേഷ്യമുള്ളവരുണ്ടാകാം, എന്റെ തകർച്ച കാത്തു നിൽക്കണവരുണ്ടാകും. അവരോട് എല്ലാവരോടും സ്നേഹം മാത്രം. ഇനി തകരാനൊന്നുമില്ലെന്ന് പറഞ്ഞോടത്തേ. തകരാനൊന്നുമില്ല, ഇനി ഇവിടുന്ന് തുടക്കമാണ്. എന്തായാലും ഞാൻ എന്റെ അമ്മയോട് എനിക്ക് ഒത്തിരി സന്തോഷം സ്നേഹം. അമ്മ ഇത് സ്വർഗത്തിലിരുന്ന് കാണാനുണ്ടാവും. അമ്മയുടെ മകൻ നമ്മുടെ മോൻ പൊളിച്ചു. അത്രേ ഉള്ളൂ. ഇനിയും പൊളിക്കട്ടെ. സന്തോഷം, അതിനപ്പുറം സങ്കടമുണ്ട്. എല്ലാവർക്കും നന്ദി. സന്തോഷം. ധീരം പൊളിച്ചു. ധീരം സൂപ്പർ പടം. ഞങ്ങൾ ജിതിൻ സുരേഷിന്റെ ആ മേക്കിംഗ് ഒന്ന് തിയേറ്ററിൽ വന്ന് കാണണം. പുള്ളി വേറെ ലെവലാണ് കേട്ടോ. താങ്ക് യു. ഓക്കെ, പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പറ്റണ